ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിലേനി ശ്രീ. അതെ, ഇത് കുറേ മുമ്പ് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ഗ്യാപ്പ് കിട്ടിയത്. മാത്രമല്ല, ലോങ് വീഡിയോ ഞാൻ കുറേ ആയി അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ഇത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ലോങ് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി സുഖമില്ലാണ്ടായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഗ്യാപ്പ് വന്നത്. ഇത് നമ്മൾ തിരുപ്പൂർ പോയ വീഡിയോ ആണ്. ഫസ്റ്റ് ഡേ നമ്മൾ തിരുപ്പൂരാണ് കേട്ടോ പോയത്. അവിടുന്ന് നൈറ്റാണ് കേട്ടോ നമ്മൾ തിരിച്ചത്. അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടാണ് ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നത്. പുലർച്ചെ ടൈമിങ്ങിൽ എന്തോ ആണ് നമ്മളിതാ ഇവിടെയാണ് സ്റ്റേ ഉണ്ട് പറഞ്ഞിരുന്നത്. അവിടെ എത്തിയപ്പോൾ പുലർച്ചെയായിരുന്നു. പക്ഷെ അവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ആംബിയൻസ് ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് തന്നെ ആയിരുന്നു. ആൻഡ് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും തണുപ്പായിരുന്നു. കാരണം വല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. മാത്രമല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലത്തെ ട്രിപ്പും കാര്യങ്ങളും രാവിലത്തെ കാഴ്ചകളൊക്കെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു വല്ലാത്തൊരു അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രഷായി വന്നിട്ട് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു. ഇതിൻ്റെ മിസ്സാണ് കേട്ടോ. ഞങ്ങൾ ഭയങ്കര എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, പറഞ്ഞിട്ട് എന്തൊക്കെയോ തള്ളിയിട്ട് നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ്, ഭയങ്കര ടേസ്റ്റിനുപരി അത് ആ ചൂടോടെ കഴിക്കുമ്പോൾ ഇട്ടുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അയ്യോ അന്യായ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അവിടുത്തെ ബസ്സിൽ തന്നെയാണ് കേട്ടോ അവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ബസ്സിൽ കയറി. നമ്മൾ ബസ്സിൽ കയറുമ്പോൾ വേണ്ടിയില്ലേ കോട്ടൊക്കെ മേടിച്ചു കേട്ടോ. കോട്ടൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരും ചുവപ്പ്, മഞ്ഞ, പച്ച, നീല, ഏതൊക്കെയോ കളറ് നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെ കിട്ടി. ആൻഡ് ഈ ഒരു സ്ഥലം നമ്മളെ ഗുണാക്കിയ അയ്യോ അന്യായം കേട്ടോ. അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു സ്ഥലം. അടിപൊളിയായിരുന്നു, കാണാൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ക്ലൈമറ്റൊക്കെ അടിപൊളി. എല്ലതും ഇതിൻ്റെ പ്ലേസ് ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെൻ്റെ സ്റ്റുഡൻ്റാണ്. ആൻഡ് ഇതെൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, സോറി, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ആളോട് ഞാൻ വ്ളോഗിൽ വരുമെന്ന് പറയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ലേക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈക്ലിങ്. അയ്യോ അടിപൊളിയായിരുന്നു ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത. ഞാൻ ഒരുപാട് ആസ്വദിച്ച് ചെയ്തതായിട്ട്. 1 മണിക്കൂർ എങ്ങനെ പോയി എനിക്കറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ലേക്കിൽ കയറിയപ്പോൾ ഒരു ലൂപ്പിൽ വിട്ട അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ആ റൗണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മുന്നോട്ട് പോയിട്ട് നമ്മൾ എവിടെയാണോ എൻഡിങ്, ഫിനിഷിംഗ് പോയിന്റ് എവിടെയാണോ അവിടെ എത്തുന്നേ ഇല്ല. അവസാനം നമ്മൾ വിചാരിച്ചു, എല്ലാവരും ഏറെക്കുറെ ഈ സൈക്ലിങ് ചെയ്ത എല്ലാവരും അതന്നെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെന്തോ ഒരു ലൂപ്പിൽ വെട്ട പോലെ ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ. കാരണം ഫ്രണ്ടിക്ക് പോയിട്ട് ബൈക്കിൻ്റെ എടുത്തിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചെത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയായിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് നിന്നിട്ട് ഇറങ്ങിയത് കേട്ടോ. ആൾക്ക് എൻ്റെ കൂടെയുള്ള ആളാണ്. അവൾക്ക് തൊണ്ടയ്ക്ക് ചെറിയ പണി കിട്ടി. അവൾക്ക് മാത്രമല്ല മൊത്തത്തിൽ എല്ലാവർക്കും കൊണ്ടിട്ട്. അപ്പോൾ നമ്മൾ വിക്സ് മിഠായി മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ വിക്സ് മിഠായിയൊക്കെ മേടിച്ചു. ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് DJ പാർട്ടി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷേ വലിയ വൈബ് ഫീൽ ചെയ്തില്ല. എന്താണെന്നറിയില്ല, ഒന്നാമത് വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽ കൊണ്ടാണോ എന്നറിയില്ല. കൂടെ കമ്പനിക്ക് അങ്ങനെ അധികം ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്നാലും ഞാൻ ചാടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ബാൽക്കണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിൻ്റെ പിന്നാലെയാണ് ഞാൻ നിന്നിരുന്നത്. പക്ഷേ എന്തോ നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം തലേ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഫ്രഷപ്പൊക്കെ ആയി നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങുന്ന പുറപ്പാടാണ്. നമുക്ക് പോകാനുള്ള സമയം ആവാനായി തുടങ്ങിയപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് റൊമാൻറ്റിസൈസൊക്കെ ചെയ്തു. റൊമാൻറ്റിസൈസ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞത് നമ്മളെല്ലാം സെറ്റായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ബാൽക്കണിയിൽ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഇല്ലെങ്കിൽ മേ ബി എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ. അത് നമ്മളിതാ എവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കാര്യമായിട്ടൊന്നും സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഹെയറൊക്കെ കണ്ടില്ല, ഭയങ്കര ബോറായിട്ട്. ആൻഡ് ഇത് നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടു രാവിലെ. ഇതായിരുന്നു എൻ്റെ ഫുഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു നമ്മൾ ഇനി മറയൂരിക്കാനായിട്ടോ പോകുന്നത്. എൻ്റെ ഈ ഒരു സ്ഥലങ്ങൾ കണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഗൈസ്. എന്ത് രസമാണ് കണ്ടിരിക്കാൻ പറയുക അവിടുത്തെ ആളുകളെ. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ എന്താ പറയുക, വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ആ ഒരു അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാക്സിമം എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ക്യാമറയിൽ എൻ്റെ ഫോണിൽ ഞാനത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ. പക്ഷേ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടോ ഗൈസ്, അടിപൊളിയാണ്. അത്
എല്ലാവർക്കും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര ഫീലാണ്. കാരണം ഞാൻ അങ്ങനെ പുറത്തേക്ക് പോയിട്ടുള്ള ആളല്ല. മേ ബി അതുകൊണ്ടായിരിക്കാം ഞാനത് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക കേട്ടോ. അറിയില്ല എന്താണെന്നതിൻ്റെ ഫാക്ടർ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നന്നായിട്ടത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമുക്ക് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഈ ഒരു യാത്ര ഉണ്ടോ ഗൈസ്, നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകണം, നല്ലൊരു ഗുമ്മുള്ളൂ. ആൻഡ് നമ്മളിതാ മറയൂരെത്തി ട്രക്കിങ്ങിന് ജീപ്പിൽ കയറിയിട്ടോ. ഈ യാത്ര നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. കുലുക്കെന്ന് പറഞ്ഞാൽ കുലുക്കം മാത്രമേ ഉള്ളൂ. അത് അതാ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വീഡിയോസ് ഒന്നും ഇരുന്ന് കണ്ടില്ലേ. അടാ നേരെ ചൊവ്വേ നമുക്ക് ഫോണൊന്നും പിടിച്ചിട്ട് അവിടെ ഇരിക്കാനോ പോലും പറ്റുന്നില്ല. പക്ഷേ ഫ്രണ്ടിലിരുന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അയ്യോ. അത് നമ്മളത് മീൻസ് ഞാനത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഓരോ സ്ഥലങ്ങളും നന്നായിട്ട് ഇഷ്ടമായിട്ടോ. അതേപോലെ നമ്മൾ കുറച്ച് ഇരുട്ടിട്ടോ നമ്മൾ ട്രക്കിങ്ങിന് പോയ സമയത്ത്. ലാസ്റ്റ് ട്രക്കിങ് ആയപ്പോഴേക്കും അത്യാവശ്യം ക്ലൈമറ്റ് ആകെ മാറിയിരുന്നു മീൻസ് ഈവനിങ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി, എങ്കിലും കുഴപ്പമില്ലാണ്ട് ഈ ഒരു ക്ലൈമറ്റ് അല്ല കേട്ടോ, അതിലേറെ ഇരുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെന്നാലും കാണാനുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഗൈസ് കാണാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.